ലോകത്തിൽ നിന്ന് മറന്നു എന്നുള്ള യാഥാർത്ഥ്യം സകലരും തിരിച്ചറിയണം. അതുകൊണ്ടാണ് മൂന്നാമത്തെ കാര്യമായി അദ്ദേഹം ഇത് പറഞ്ഞത്. ഇത് ഈ സ്വപ്നത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം വ്യാഖ്യാനിച്ചു കഴിഞ്ഞും അധികം താമസിയാതെ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. പ്രിയമിത്രമേ, എന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാന്യ ശ്രോതാവേ, നമുക്കറിയാം മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഏത് മനുഷ്യരും കടന്നു പോകേണ്ടതായ യാഥാർത്ഥ്യം. അത് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ മറ്റ് യാതൊരുവിധ വ്യത്യാസങ്ങളുമില്ല. പക്ഷേ ഈ മരണം കൊണ്ട് അവസാനിക്കുന്നതാണോ നമ്മളുടെ ജീവിതം? ഒരുപക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നത് മരണം കൊണ്ട് തീരുന്ന നമ്മുടെ ജീവിതത്തെ കുറിച്ച് മാത്രമാണ്. എന്നാൽ ഇന്ന് ഇന്ന് നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത് ആ മരണത്തിനപ്പുറമുള്ള ഒരു നിത്യ യാഥാർത്ഥ്യത്തെ കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുന്നതിനാണ്. ഒരിക്കലും ഈ ലോകം കൊണ്ട് അല്ലെങ്കിൽ മരണം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശവമാനം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. മറിച്ച് ഇതിനപ്പുറമായി നമുക്കൊരു നിത്യമായ ജീവിതമുണ്ട്. ആ നിത്യ ജീവിതത്തിലേക്കുള്ള ഒരു രക്ഷാമാർഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ രക്ഷാമാർഗമാണ് യേശു ക്രിസ്തു. പിതാവാം ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, പിതാവാം ദൈവം നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനായ ക്രിസ്തുവിനെ യാഗമാകുവാൻ കാൽവരിയിലേക്ക് അയച്ചു. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് ഒരിക്കലും ക്രിസ്ത്യാനികളുടെ മാത്രം പാപത്തിന്റെ പരിഹാരത്തിനല്ല, മറിച്ച് സകല മാനവ ജാതിയുടെയും പാപപരിഹാരത്തിനായി ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നു. തന്റെ അവസാനത്തുള്ള രക്തവും ഏവർക്കും വേണ്ടി കാൽവരിയിൽ യാഗമാക്കി തീർന്നു. ആ ഒരു യാഥാർത്ഥ്യം, തന്റെ രക്തം മാനവരാശിക്ക് വേണ്ടി ഒഴുക്കിയെന്ന് മാത്രമല്ല, ആ രക്തത്താൽ സകല മാനവരാശിയും പാപത്തിന് അടിമപ്പെട്ടുപോയ അല്ലെങ്കിൽ പാപത്തിന്റെ കുഴിയിൽ വീണ് കിടക്കുന്ന, കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച, ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി വരുവാനുള്ള തലമുറയുടെ വരെയും സകല പാപത്തിന്റെ പരിഹാരമായി ക്രിസ്തുയേശു കാൽവരിയിൽ യാഗമായി തീർന്നു. നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ അതിസങ്കീർണമായ കാലഘട്ടമാണ്. പാപത്തിന്റെ ഏറ്റവും അധികം അതിപ്രസരം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരുപക്ഷെ മനസാക്ഷി, നാം ചെയ്യുന്ന പല കാര്യങ്ങളിലും മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കുന്നുണ്ട്. ഈ മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കുമ്പോൾ ഒരുപക്ഷെ എങ്ങനെയാണ് ഈ മനസാക്ഷിയുടെ കുറ്റബോധത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയേണ്ടത് എന്ന് ചിന്തിക്കുന്നവരാണ് നാം ഏവരും. മനസാക്ഷി പലപ്പോഴും നാം ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ അറിയില്ല എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത തെറ്റുകളിൽ പലപ്പോഴും മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കുറ്റബോധത്തിൽ നിന്ന് രക്ഷ നേടേണ്ടതെന്ന് ചിന്തിക്കുന്നവരാണ് നാം. ആ രക്ഷാമാർഗമാണ് യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ